കേരളത്തിൽ RSSുമായി എക്കാലവും കൂട്ടുകൂടിയ ചരിത്രമാണ് കോൺഗ്രസിനുള്ളതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് പറഞ്ഞു. KP വത്സലൻ 20ാം രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ ചേരിതിരിവിന് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിന്റേത്. ഇതെല്ലാം അതിജീവിച്ചാണ് ഇടതുപക്ഷം കഴിഞ്ഞ 10 വർഷം സമാനതകളില്ലാത്ത വികസനം നാട്ടിൽ നടപ്പിലാക്കിയതെന്നും മെയ് 4-ന് വരുന്ന ജനവിധി ഇക്കൂട്ടർക്കുള്ള കനത്ത താക്കീതാകുമെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു. NK അക്ബർ MLA അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C സുമേഷ്, M കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AH അക്ബർ, MR രാധാകൃഷ്ണൻ, ഷീജ പ്രശാന്ത് എന്നിവരും വത്സലന്റെ മകൻ നിരഞ്ജനും യോഗത്തിൽ സംസാരിച്ചു. നേരത്തെ മുല്ലത്തറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരത്തിൽ സമാപിച്ച ശേഷമാണ് പൊതുയോഗം ആരംഭിച്ചത്. ഇപ്പോൾ എന്തുകൊണ്ട് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവുന്നില്ല? വർഗീയവാദികളെല്ലാം വിസയെടുത്ത് ഇന്ത്യ വിട്ടുപോയോ? ഇല്ല. കൊടിയ വർഗീയ വിഷസർപ്പങ്ങൾ ഇപ്പോഴും ഉണ്ട് ഈ കേരളത്തിൽ. പക്ഷെ 10 വർഷമായി മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ പറ്റില്ല. എന്താണ് പുറത്തിറങ്ങിയാൽ? ഏത് കൊലക്കൊമ്പനായാലും സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ, വിദ്വേഷത്തിന്റെ വിത്ത് വിതയ്ക്കാൻ ശ്രമിച്ചാൽ, വർഗീയ കലാപത്തിന് കോപ്പുകൂട്ടിയാൽ, കയ്യിൽ വിലങ്ങുവെച്ച് തുറങ്കിലടയ്ക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാർ 10 കൊല്ലമായി കേരളത്തിൽ അധികാരത്തിലുണ്ട് എന്നതാണ് കാര്യം.